ഉള്ളത് അറ്റൻഡൻസ് ഒക്കെ മാൻഡേറ്ററി ആണ്. മാം, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വൈ ടെസ്റ്റ് ഓർ റിലയബിൾ എഡ്യൂക്കേഷൻ? എന്തുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ ചൂസ് ചെയ്യണം? ഒന്ന് റിലയബിൾ ഓർ ടെസ്റ്റിനെ ചൂസ് ചെയ്യണം അവരുടെ ഒരു സ്റ്റഡി പാർട്ട്ണറായിട്ട്? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഞാൻ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ്, ഈ പറയുന്നത് പോലെ ഈ 5 പേരിൻ്റെ അകത്ത് വരുന്ന ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റീസിൻ്റെ ഡയറക്റ്റ് പാർട്ട്ണറാണ്, അല്ലാതെ സബ് ഏജൻ്റ് അല്ല. സബ് ഏജൻസീസ് ത്രൂ പോകുമ്പോൾ ഉള്ള മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ട്യൂഷൻ ഫീ കളക്ട് ചെയ്യും. സ്റ്റുഡൻസും പേരൻസും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മറ്റ് കൺട്രീസിൻ്റെ കേസും ഒക്കെ തന്നെ വലിയ വ്യത്യാസമില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസോ ട്യൂഷൻ ഫീസോ ടെസ്റ്റ് കളക്ട് ചെയ്യില്ല. അത് നിങ്ങൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അടയ്ക്കുന്ന ഫണ്ടാണ്. ബാക്കിയുള്ളവർ ചെയ്യുന്നത് അവർ ഈ പൈസ വാങ്ങിച്ചിട്ട് യഥാസമയം ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കില്ല, ട്യൂഷൻ ഫീസ് കൊടുക്കില്ല. അവസാനം കുട്ടികൾക്ക് വിസ സ്റ്റേജിലേക്ക്, അല്ലെ നമ്മൾ TRP ആണ്, അപ്പോൾ TRP സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം ഇവരിതിട്ടിങ്ങനെ റോൾ ചെയ്യുകയോ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ സ്കാംസ് ഉണ്ട്. അപ്പം നമ്മുടെ കേസ് അതല്ല. അപ്പം നമ്മളെല്ലാം ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡീലിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്പെറൻസി പ്രൊഫഷണലിസവും നമ്മൾ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കേസ്, നമ്മൾ ഒഫീഷ്യൽ പാർട്ട്ണർ ആയതുകൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്സും ഗൈഡൻസും നൽകാറുണ്ട്. അവർ ഒരു കുട്ടി നമ്മുടെ ടെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രോഹിത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് അവർ വരുന്ന സമയം മുതൽ ലിത്വേനിയയിൽ എത്തിക്കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വെച്ച് ഓക്കെ ടാറ്റ ബൈ ബൈ എന്ന് പറയുന്ന സിസ്റ്റം അല്ല നമ്മളുടേത്. നമ്മൾ ചെയ്യുന്നത് അവരവിടെ എത്തി കറക്റ്റായിട്ട് അവരെ ഡോർമെട്രിയിൽ കൊണ്ടാക്കുന്നു, ആക്കി വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്യുന്നു. അതിനുശേഷവും സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഒബ്വിയസ്ലി പിള്ളേർക്ക് ഡൗട്ട് കാണും. അപ്പോൾ ആ കുട്ടികൾ എന്നെ വിളിക്കുന്നു, മൂഡിൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓൺലൈനിൽ കയറേണ്ടത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ പറ്റി വീണ്ടും നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാറുണ്ട്. പ്ലസ് ഈ പറയുന്നത് പോലെ ഇൻറ്റേൺഷിപ്പോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വേണ്ട ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് പോയ കുട്ടികളുടെ പേരൻസൊക്കെ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കുട്ടികളുടെ പേരൻസ് കോൺടാക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മൾ ലിത്വേനിയയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ലിത്വേനിയയിലോട്ട് വിടുന്ന കുട്ടികളുടെ ഭാവി എന്ത്? അല്ലെങ്കിൽ എല്ലാ പേരൻസിനും ഉള്ളൊരു കൺസേൺ ആണ് ഏത് കോഴ്സ് എടുത്ത് ഇവനെ വിടണം, അല്ല ഏത് കോഴ്സാണ് അവിടെ. ആ ഒരു ഐഡിയ നമ്മൾ എത്രമാത്രം നമുക്ക് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ട്? ലിത്വേനിയ എന്നുള്ള രാജ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഴ്സസ്, BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രോഗ്രാംസ്, പിന്നുള്ളത് എൻജിനീയറിംഗ് പ്രോഗ്രാംസ്, അതിനുശേഷം സോഫ്റ്റ്വെയർ. ഈ രാജ്യത്തിൻ്റെ നമ്മളുടെ ജോലി സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ്, അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് അവർ വരുന്ന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടികൾ അതനുസരിച്ച് അവിടുത്തെ വേണ്ട ആ ഒരു ക്വാളിറ്റിയിലേക്ക് പഠിക്കാനായിട്ടുള്ള സൈഡ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, 6 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ കോഴ്സസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവർ ഇവിടെ നിന്നേ പഠിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കും. ലിത്വേനിയൻ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് പ്രകാരം പ്രധാനമായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ 3 ഏരിയ, ഈ 3 ഏരിയയിലാണ് ഈ ജോബ് ഷോർട്ടേജ് ഉള്ളത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് ഉള്ളത്. അത് അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റിലും കൂടെ ഉള്ളതാണ്. അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ലിത്വേനിയൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ വൺസ് ഒരു സ്റ്റുഡൻറ്റ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് ജോബ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു കുട്ടി നഴ്സിംഗ് ഇന്ത്യയിൽ പഠിക്കുന്നതും ഇതേ കുട്ടി നഴ്സിംഗ് ലിത്വേനിയയിൽ പഠിക്കുന്നതും എന്താണ് വ്യത്യാസം? ഒന്ന്, ട്യൂഷൻ ഫീസിൻ്റെ കാര്യം. അതിൽ നമുക്ക് ഈ പറയുന്നത് പോലെ വളരെ വലിയൊരു ബെനിഫിറ്റാണുള്ളത്. പിന്നെ അവിടുത്തെ കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല, പക്ഷേ ഇവിടെ ഉള്ളതിൻ്റെ ഒരുപാട് ബെനിഫിറ്റാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ സ്കോളർഷിപ്പ് സ്കീമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള നേഴ്സിംഗ് ഫാക്കൽറ്റിക്കകത്തെ ഒരു ഫാക്കൽറ്റിയിലേക്കാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ഇവിടുന്ന് വിടുന്നത്. അതായത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ WHO രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ യൂണിവേഴ്സിറ്റിയുടെ പേരൂടെ ഞാൻ പറയാം, LSMU എന്ന് പറയും, ലിത്വേനിയ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങും പഠിച്ചതിന് ശേഷം അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കിടക്കുന്നത് നമ്മുടെ തന്നെ മെഡിക്കൽ കോളേജ്, നമുക്കിവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എറണാകുളം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ മെഡിക്കൽ കോളേജസ് ഉണ്ട്. അവിടെയാണ് ഇവർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ സേവനം ഈ നമ്മുടെ സ്റ്റുഡൻസിന് ലഭിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അവരുടെ ട്രെയിനിങ് ആണ് ലഭിക്കുന്നത്. ആ സിസ്റ്റത്തിലാണ് ഇവരിത് പഠിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഐദർ അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഷെങ്കൻ കൺട്രീസിലേക്ക് ജോലിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരു ചോദ്യം